പടത്തിലേക്ക് പോയപ്പോൾ കുറെ മാറി എന്നെ കൊണ്ട് കരയിപ്പിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു, ആത്മാർത്ഥമായിട്ട് കരഞ്ഞു. നല്ലൊരു തിരക്കഥാകൃത്തും നല്ലൊരു എഡിറ്ററും ഡയറക്ടറും ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. അല്ല, ഇത് ഞാൻ പറഞ്ഞില്ല, ഇതിലെ കുറെ മൊമെന്റ്സ് അത് ഇത് ഫൈനലി അതെങ്ങനെ വരുന്നു, ഇത് എങ്ങനെയാണ് ഇത് കഥയിൽ ബ്ലെൻഡ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇമോഷൻസ് പലതും പല സമയങ്ങളിൽ പല ലൊക്കേഷനുകളായിരിക്കും ചിലപ്പോൾ ഇടുക. പക്ഷെ അതൊക്കെ കണക്ട് ചെയ്ത് വളരെ നാച്ചുറലായിട്ട് അത് ഒരേ ലെവലിൽ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ്റെ ഒരു ഹൈ ഇങ്ങനെ പതുക്കെ കയറ്റിക്കൊണ്ട് വരിക എന്ന് പറയുന്ന ഒരു മാജിക്കാണ്. അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ആ ടെക്നിക്കൽ ടീമിൻ്റെ ഒരു എഫേർട്ട്, ഒരു ക്രിയേറ്റീവ് എഫേർട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡയറക്ടർ ആണെങ്കിലും എഡിറ്റർ ആണെങ്കിലും DOP, കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, സ്ക്രിപ്റ്റ് റൈറ്റർ, അതേപോലെ തന്നെ മ്യൂസിക്, ഇതെല്ലാം അതിനെ ഒരു പടി കൂടെ അല്ലെങ്കിൽ പല പടികൾ മേളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ അത് കാണുമ്പോൾ ഉന്മാദത്തിലൂടെയുള്ള ഷെല്ലിയുടെ യാത്ര എന്ന് പറയുന്നത് ഒരു അഭിനേതാവിനപ്പുറം ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ അത് ഭയങ്കരമായിട്ട് അത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഞാൻ ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിലല്ലാതെ ഇത് ഞാൻ ചെയ്ത് ശരിയാവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഇത് കൂടുതൽ നന്നാക്കാമോ എന്നുള്ള ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു ചോദ്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു സാധാരണ പ്രേക്ഷകനായിട്ടിരുന്ന് ആ സിനിമ അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളോട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ലഭിച്ചൊരു സിനിമയും കൂടെയാണ് ഉന്മാദം. അപ്പം ഇതിൽ ഇമോഷൻസിൻ്റെ കാര്യങ്ങളാണെങ്കിലും വേറെ ഏത് കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ലാസ്റ്റത്തെ ക്ലൈമാക്സ് ഫൈറ്റ് സീൻസിനെ പറ്റി പോലും ആൾക്കാർ പറയുമ്പോൾ അത് ആ സമയത്ത് ഉണ്ടായതാണ്. നമ്മൾ ഓൺ ദി സ്പോട്ടായിട്ടുള്ള ഇംപ്രവൈസേഷൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, കഥാപാത്രങ്ങളുടെ യാത്രകളിലും അല്ലെങ്കിൽ ഇമോഷൻസിലും എല്ലാം. അപ്പം അതെല്ലാം ഈ പറയുന്ന പോലെ ടെക്നിക്കൽ ടീമിൻ്റെ ക്രിയേറ്റീവ് ഇൻപുട്ടുകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അത് വളരെ രസകരമായിട്ട് വന്നിട്ടുള്ള വളരെ നല്ല നൈസായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ഉന്മാദം എനിക്ക് തോന്നിയത്.